ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആരാധനയുള്ള ബന്ധത്തിൽ സങ്കീർത്തനം 150 നിന്ന് അല്പം ചില കാര്യങ്ങൾ ചിന്തിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനം 150 1ഉം 2ഉം വേദഭാഗം ഞാൻ ആദ്യമായിട്ട് വായിക്കട്ടെ. യഹോവയെ സ്തുതിപ്പീൻ, ദൈവത്തെ അവൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിപ്പീൻ, അവൻ്റെ ബലമുള്ള ആകാശവിധാനത്തിൽ അവനെ സ്തുതിപ്പീൻ, അവൻ്റെ വീര്യപ്രവൃത്തികൾ നിമിത്തം അവനെ സ്തുതിപ്പീൻ, അവൻ്റെ മഹിമാധിക്യത്തിന് തക്കവണ്ണം അവനെ സ്തുതിപ്പീൻ. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വെറും 6 വാക്യം മാത്രമുള്ള ഒരു അധ്യായമാണ് 150. നമുക്ക് എവർക്കും അറിയാം. ഇതിൽ ഈ 6 വാക്യത്തിൽ യഹോവയെ സ്തുതിപ്പീൻ, യഹോവയെ സ്തുതിപ്പീൻ എന്ന് 12 പ്രാവശ്യം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഒരു ചെറിയൊരു അധ്യായം. ആ അധ്യായത്തിൽ വെറും 6 വാക്യം മാത്രം. എന്നാൽ 6 വാക്യത്തിൽ 12 യഹോവയെ സ്തുതിപ്പീൻ എന്നുള്ള പദം 12 പ്രാവശ്യം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു ആരാധന സ്തോത്രഗീതം അല്ലെങ്കിൽ ആരാധനാഗീതം എന്ന് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാവുന്നതും ആണ്. നമുക്ക് കടന്നു വരാം. അതിൻ്റെ 1-ാം വാക്യത്തിൽ ഇവിടെ പറയുന്ന യഹോവയെ സ്തുതിപ്പീൻ. ആദ്യമായിട്ട് നമുക്ക് ചിന്തിക്കാനുള്ളത്, ആരാണ് യഹോവയെ സ്തുതിക്കേണ്ടത്? ആരാണ് ഈ യഹോവ? സങ്കീർത്തനക്കാരൻ പറയുന്നത് യഹോവയെ സ്തുതിപ്പീൻ. അപ്പോൾ നമ്മുടെ മനസ്സിലൊരു ചോദ്യം ഉദിക്കാം, ഈ യഹോവ ആരാണ്? ഏത് യഹോവയാണ് സ്തുതിക്കേണ്ടത്? യെശയ്യാവ് 42 8-ാം വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നുണ്ട്, ഞാൻ യഹോവ തന്നെ, എൻ്റെ നാമം, ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തിനും എൻ്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഈ യഹോവ, അതാ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന യഹോവ, അല്പം കൂടെ വിശദീകരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഉൽപ്പത്തി 1-ാം അധ്യായത്തിൽ നാം പറയുന്ന ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച വലിയവനായിരിക്കുന്ന ദൈവം, ആ ദൈവം ഇവിടെ പറയാണ്, അതിൻ്റെ നാമം, ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തനും എൻ്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഒരു വിഗ്രഹത്തെ സ്തുതിക്കുവാൻ ബൈബിളിലെ ദൈവം അനുവദിക്കുന്നില്ല. ബൈബിളിലെ ദൈവമാണ് യഹോവ. ആ യഹോവയാണ് സ്തുതിക്കേണ്ടത്. ആരെയാണ് സ്തുതിക്കേണ്ടത്? യഹോവയാണ്. മാത്രമല്ല, വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 12-ാം വാക്യത്തിൽ ഈ ദൈവത്തെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. അത് ആരാണെന്നുള്ളത്. വെളിപ്പാട് 5-ാം അധ്യായം 12-ാം വാക്യത്തിൽ, അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. ആരാണ് സ്തുതി സ്വീകരിപ്പാൻ യോഗ്യനായിരിക്കുന്ന വ്യക്തി? ആരാണ് യഹോവ? അറുക്കപ്പെട്ട കുഞ്ഞാട്. അറുക്കപ്പെട്ട കുഞ്ഞാട് എന്ന് പറയുന്ന ആരാണ്? കർത്താവായ യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തിൽ അവതരിച്ച് 33.5 വർഷക്കാലം ഈ ലോകത്തിൽ ജീവിച്ച് അവസാനമായിട്ട് അറുക്കപ്പെട്ട കുഞ്ഞാട് എൻ്റെയും മാനവജാതിയുടെയും നിങ്ങളുടെയും പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിൻ്റെ ശിക്ഷ ഏറ്റുകൊണ്ട് നമുക്ക് പ്രായശ്ചിത്തമായിട്ട് നമുക്ക് പകരമായിട്ട് മരിച്ച കർത്താവായ യേശു ക്രിസ്തു, അതാണ് അറുക്കപ്പെട്ട കുഞ്ഞാട്. ആ കുഞ്ഞാടിനെ പറ്റിയാണ് പറയുന്നത്. ആരെയാണ് സ്തുതിക്കേണ്ടത്? ആരെയാണ് മഹത്വപ്പെടുത്തേണ്ടത്? ആരെയാണ് നമസ്കരിക്കേണ്ടത്? വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 12-ാം വാക്യം ഞാൻ ഒരു പ്രാവശ്യം കൂടി വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് എന്ന് പറഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. സ്തുതി സ്വീകരിപ്പാൻ യോഗ്യനായി ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. പിന്നെ അടുത്തതായിട്ട്, എവിടെയാണ് യഹോവയെ സ്തുതിക്കേണ്ടത്? എവിടെ പോയി നമ്മൾ സ്തുതിക്കണം? അതിൻ്റെ 1-ാം വാക്യത്തിൽ തന്നെ നാം കാണുന്നുണ്ട്, വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിപ്പീൻ. അപ്പോൾ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിപ്പീൻ. അന്ന് ദാവീദിന്റെ സമയത്ത് ദേവാലയം എന്നൊന്നില്ലായിരുന്നു, നമുക്ക് അവർക്കറിയാവുന്നതാണ്. എന്നാൽ അന്ന് സമാഗമന കൂടാരത്തിൽ വന്ന് യാഗം അർപ്പിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചു പോന്നു.
അവരുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി. എന്നാൽ ഇന്ന് നമുക്ക് അറുക്കപ്പെട്ട കുഞ്ഞാടായ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ശരീരമായിരിക്കുന്ന സഭയിലേക്ക് കടന്നു വരുവാൻ തക്കോണം ദൈവം നമുക്ക് അനുമതി തന്നിരിക്കുകയാണ്. നാം ഇന്ന് കടന്നു വരുന്നത് ആ വിശുദ്ധ മന്ദിരം എന്ന് പറഞ്ഞത് ഈ അറുക്കപ്പെട്ട കുഞ്ഞാടായ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ശരീരമായിരിക്കുന്ന സഭയിൽ നാം ഇന്ന് കടന്നു വരുവാൻ തക്കോണം ദൈവം നമ്മെ അനുവദിച്ചിരിക്കുകയാണ്. ദൈവം നമുക്ക് യോഗ്യത തന്നിരിക്കുകയാണ്. നമുക്ക് അവനെ സ്തുതിക്കാം, നാം അവനെ മഹത്വപ്പെടുത്താം. ഈ സ്ഥാനത്ത് നാം ഇരുന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക, നമ്മെ ഇവിടെ കൊണ്ടുവരുവാൻ വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ പറഞ്ഞത് അവൻ അറുക്കപ്പെട്ട കുഞ്ഞാട് എന്നുള്ളതാണ്. നമ്മെ യോഗ്യരാക്കി തീർക്കുവാൻ വേണ്ടി, നാം ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ഇതാ കടന്നു വരുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എവിടെ സ്തുതിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിശുദ്ധന്മാർ കൂടി വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ കൂടി വരുന്ന സ്ഥലം സഭയിൽ നാം കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കണം. പിന്നെ മൂന്നാമതൊരു കാര്യം പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് സ്തുതിക്കേണ്ടത്? അതൊരു ചോദ്യമാണ്. അതിൻ്റെ 2-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അവൻ്റെ വീര്യപ്രവർത്തികൾ നിമിത്തം അവനെ സ്തുതിപ്പീൻ. അതിൻ്റെ 2-ാം വാക്യത്തിൽ അവൻ്റെ വീര്യപ്രവർത്തികൾ നിമിത്തം അവനെ സ്തുതിപ്പീൻ. ഇസ്രയേൽ മക്കളുടെ ജീവിതത്തിൽ അനേക വീര്യപ്രവർത്തികൾ ദൈവം കാണിച്ചിട്ടുണ്ട്, നമുക്ക് ഇവർക്ക് അറിയാവുന്നതാണ്. ദൈവത്തിൻ്റെ ഈ വീര്യപ്രവർത്തികൾ കണ്ടറിഞ്ഞവനും അനുഭവിച്ചവനുമാണ് ദാവീദ്. എന്നാൽ നാം ഇവിടെ കൂടി വന്നിരിക്കുന്നത് ദൈവത്തെ ആരാധിക്കുമ്പോൾ താൻ ചെയ്ത ഏറ്റവും വലിയ വീര്യപ്രവൃത്തി എന്ന് പറയുന്നത് ക്രൂശിൽ നടന്ന പരമയാഗമാണ്. നാം ഇവിടെ ദൈവത്തെ ആരാധിപ്പാനായിട്ട് കടന്നു വന്നിരിക്കുമ്പോൾ നാം എന്തുകൊണ്ടാണ് കൂടി വന്നിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ക്രൂശിൽ നടന്നതായിരിക്കുന്ന ആ പരമയാഗം നമ്മെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന ദൈവത്തിൻ്റെ പിന്നിലെ വീര്യപ്രവൃത്തി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ബലിമരണം ആയിരുന്നു. യേശുവിൻ്റെ ക്രൂശീകരണത്തോടെ ആ വിശുദ്ധ മന്ദിരത്തിൻ്റെ തിരശ്ശീല കീറപ്പെട്ടു. ഇപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ കൃപാസനത്തിലേക്ക് നേരിട്ട് കടന്നു വരുവാൻ തക്കോണം ആ സഭയുടെ അംഗമായിട്ട് സഭയിലേക്ക് കടന്നു വന്ന് ആ വിശുദ്ധ മന്ദിരത്തിൽ കടന്നു വന്ന് ദൈവത്തെ സ്തുതിപ്പാൻ തക്കോണം കഴിയുന്നുണ്ട്. അതോർത്തും നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. അതിനുശേഷം നാം കാണുന്നത് ആരെല്ലാമാണ് സ്തുതിക്കേണ്ടത്. അതിൻ്റെ 6-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ, ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. നാശകൂപത്തിൽ കിടന്ന നമ്മെ ജീവൻ തന്ന് ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്ന രക്ഷിക്കപ്പെട്ട ദൈവമക്കളായ നാം ആണ് ദൈവത്തെ സ്തുതിക്കേണ്ടത്. നമുക്ക് ജീവൻ തന്ന ഒരു സമയമുണ്ട്, അത് നമ്മൾ രക്ഷിക്കപ്പെട്ട ദിവസമാണ്. നമ്മിൽ ശ്വാസമൂതിയ ആദ്യ മനുഷ്യനിലേക്ക് ആദാമിൽ ശ്വാസമൂതി അങ്ങനെ അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു എങ്കിൽ തന്നെയും നാം പാപികളായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ അവൻ പരിശുദ്ധാത്മാകുന്ന ആ ജീവനെ നമ്മുടെ ഉള്ളിൽ തന്നുകൊണ്ട് നമ്മെ രക്ഷയിലേക്ക് നടത്തിയത് മുഖാന്തരം അങ്ങനെ രക്ഷിക്കപ്പെട്ടു. അങ്ങനെ രക്ഷിക്കപ്പെട്ട ദൈവമക്കളായിരിക്കുന്ന നാമാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്. അങ്ങനെ ഈ 150-ാം സങ്കീർത്തനത്തിൽ കൂടി നാം കടന്നു പോകുമ്പോൾ ദൈവത്തെ ആരാധിക്കുന്നത് എന്തിനാരാധിക്കണം, ആരാധിക്കണം, ഈ വിഷയങ്ങളൊക്കെയും നമുക്ക് ചിന്തിപ്പാനും ഒക്കെയും ദൈവം അവിടുന്ന് സഹായിച്ചു. നമുക്ക് ആ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നുകൊണ്ട് ഈ 150-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടുള്ളതായിരിക്കുന്ന വിഷയങ്ങൾ ഒരു ആവർത്തി ചിന്തിച്ചുകൊണ്ട് വലിയവനായിരിക്കുന്ന കർത്താവിനെ നമുക്ക് ആരാധിക്കാം. നമുക്കിതിൽ നിന്ന് യോഗ്യതയുള്ളവരല്ലായിരുന്നു. നമുക്ക് യഹോവയുടെ വിശുദ്ധ മന്ദിരത്തിലേക്ക് കടന്നു വരുവാൻ തക്കണം യാതൊരു യോഗ്യത നമ്മുടെ ജീവിതത്തിലായിരുന്നു. അവൻ്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് കടന്നു വരുവാൻ തക്കണം നമുക്ക് യാതൊരു യോഗ്യതയും ഇല്ലായിരുന്നു. എന്നാൽ അവൻ്റെ വീര്യപ്രവൃത്തി എന്ന് പറയുന്നത് കാൽവരി ക്രൂശാണ്. ആർക്കും ചെയ്യുവാൻ കഴിയാത്തതായിരിക്കുന്ന ആ വലിയ വീര്യപ്രവൃത്തി നമ്മുടെ ഓരോരുത്തരുടെയും നമുക്ക് വേണ്ടി ആ കാൽവരി ക്രൂശിൽ താൻ നടത്തിയതായിരിക്കുന്ന വീര്യപ്രവൃത്തിയാണ് കാൽവരി ക്രൂശ്. നമ്മെ ദൈവം തൻ്റെ മകനാക്കി മകളാക്കി തീർത്തു. മാത്രമല്ല ഈ സഭയിലേക്ക്, സ്ഥലസഭയിലേക്ക്, കർത്താവിൻ്റെ ശരീരമായിരിക്കുന്ന സഭയിലേക്ക് കടന്നു വന്ന് ദൈവത്തെ സ്തുതിപ്പാൻ കൊണ്ട് ദൈവമേ അവിടെ സഹായിച്ചു. ഈ വചനം ദ്വാരാ ഈ വചനത്തിൽ കൂടി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.